അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കൽ റജാ, ബാബുർ റജാ, അത് വിശദീകരിച്ച് വന്നുകൊണ്ടില്ലേ ഇന്നത്തെ ഹദീസ്. അള്ളാഹു തആല അവന്റെ അടിമകളൊട്ട് എത്ര കൃപയുള്ളവൻ, എത്ര കരുണയുള്ളവൻ. അപ്പൊ അള്ളാഹുടെ റഹ്മത്തിനെ അങ്ങ് ആഗ്രഹിക്കണം. അപ്പൊ അത് ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹു അവന്റെ അടിമകളൊട്ട് എത്ര കരുണ കാട്ടണം എന്ന് മനസ്സിലാക്കണം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തആല ചൊന്നത് തന്നെ അള്ളാഹു ഇങ്ങനെ ചൊന്നടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച് തന്റെ ഒരു ഹദീസ്. എന്തായിട്ട് ഈ ഹദീസിൽ ചൊല്ലുക കൊണ്ടത് അള്ളാഹു തആല ചൊല്ല് നന്റെ അടിമ ഒരു ദോഷം ചെയ്യണം. എന്നിട്ട് അവൻ ചൊല്ല, പടച്ചോനെ നന്റെ ദോഷങ്ങളിൽ നീ പുറത്തു താ റബ്ബേ. അപ്പൊ അള്ളാഹു താല ചൊല്ല, അവൻ ദോഷം ചെയ്ത അവനക്കൊരു റബ്ബുണ്ട്, അവനക്ക് ഗൊന്തുണ്ട്. എന്നിട്ട് അവൻ നന്റെ പൊട്ട ഖേദിച്ച് മടങ്ങിയ ഞാൻ അവനക്ക് അള്ളാഹു ശിക്ഷിക്കൊണ്ടുള്ള പേടി അവന്റെ മനസ്സിലുണ്ട്. നന്റെ പൊട്ട തൗബ ചെയ്ത് മടങ്ങിയല്ലേ, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കാൻ. പിന്നെയും ഇതേപോലെ അവൻ ദോഷം ചെയ്ത് പിന്നെയും അള്ളാഹുടെ മുട്ട ഖേദിച്ച് മടങ്ങുക. അപ്പോഴും അള്ളാഹു താല അവനക്ക് ചൊല്ല, അള്ളാഹു താല ഇതേപോലെ ദോഷാക്കിയ, പക്ഷെ ഞാൻ ഉല്ലാണ്ട് അവൻ മനസ്സിലാക്കിയ നന്റെ ശിക്ഷ അവനക്ക് പേടിയുണ്ട്, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കുക. ഇങ്ങനെ അള്ളാഹു താലൊട്ടുക ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങുമ്പോഴൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കുക റെഡി. അപ്പൊ നിങ്ങൾ നോക്കുക, ഞങ്ങളിപ്പോഴും മനുഷ്യൻ ഞങ്ങളെ മക്കളിട്ടുക അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആൾമാരിട്ടുക ഒർക്കച്ചൊന്ന് രണ്ടാമത്തെ വട്ടത്തിൽ ഞങ്ങൾക്ക് എത്ര അവസ്ഥയുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയല്ല, അള്ളാഹു താല അവന്റെ അടിമകളിട്ട് കാട്ടർ കരുണ ഒരു കൃപ ഞങ്ങളിട്ട് കാട്ടർ. അപ്പൊ ഞങ്ങൾ ദോഷാക്കിയ എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ടില്ല. തൗബ ചെയ്ത് മടങ്ങുള്ള തെരുവെല്ലാം ഉണ്ട്. തൗബയുടെ ബായിൽ ഓപ്പൺ ആയിട്ട് അള്ളാഹു പുറത്തു തന്നെ എന്നുള്ളത്. നമുക്ക് ഹദീസ് നമുക്ക് പ്രവേശിക്കാം. 421 വഅൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യഹ്കി അൻ റബ്ബിഹി തബാറക വതആല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നായിട്ട് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല, അള്ളാഹ് ചൊന്നറേ അള്ളാഹെ തൊട്ട് അള്ളാഹ് ചൊന്നത് നബി തങ്ങൾ ചൊല്ല. അതാ എന്ത് യഹ്കി അൻ റബ്ബിഹി തബാറക വതആല ഖാല അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ ഒരു ദോഷം ചെയ്ത. ഫഖാല എന്നിട്ട് ചെന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, എൻ്റെ ദോഷത്തിനൊക്കെ നീ പുറത്തു താ. ഫഖാല അല്ലാഹു തബാറക വതആല, അപ്പോൾ അല്ലാഹു തആല ചൊല്ല അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ദോഷം ചെയ്ത. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, അപ്പോൾ അവൻ മനസ്സിലാക്കിയ ദോഷങ്ങളെ പുറത്തു തണ്ട ഒരു റബ്ബ് അവനക്ക് ഇല്ലാണ്ട് അവൻ മനസ്സിലാക്കിയ. വയഖുദു ബിദംബി, ദോഷങ്ങളെ ശിക്ഷിക്കണം, ദോഷം ചെയ്തെങ്കിൽ ശിക്ഷിക്കാണ്ടല്ല അവൻ മനസ്സിലാക്കിയ. സുമ്മ ആദ ഫഅദ്നബ, പിന്നെയും അവൻ എന്താക്കിയ അതേപോലത്തെ തപ്പാക്കിയ, എന്നിട്ട് ദോഷം ചെയ്തതാ. ഫഖാൽ ഐറോ സുമ്മ ആദ, പിന്നെ അവൻ മടങ്ങിയ ഫഅദ്നബ, ദോഷം ചെയ്ത. ഫഖാൽ ഐ റബ്ബി ഗ്ഫിർ ലി ദംബി, പടച്ചോനെ എൻ്റെ ദോഷത്തെ പുറത്തു താൻ ചെന്നു. ഫഖാല തബാറക തആല, അപ്പോൾ അല്ലാഹു തആല ചൊല്ല അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ദോഷം ചെയ്ത. ഫഅലിമ, അവൻ അറിഞ്ഞ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ദോഷത്തെ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബ് അവനക്ക് ഉണ്ട്. വയഖുദു ബിദംബി, അവൻ ദോഷാക്കിയെങ്കിൽ ശിക്ഷിക്കിടാണ്ട് അവൻ മനസ്സിലാക്കിയ. സുമ്മ ആദ ഫഅദ്നബ, പിന്നെയും അവൻ ദോഷാക്കിയ, പിന്നെയും അവൻ അതേപോലത്തെ പണി ചെയ്ത ദോഷാക്കിയ. ഫഖാൽ, അപ്പോൾ അവൻ ചൊല്ല ഐ റബ്ബി ഗ്ഫിർ ലി ദംബി, പടച്ചോനെ എൻ്റെ ദോഷത്തിനൊക്കെ നീ പുറത്തു താ. ഫഖാല തബാറക വതആല അദ്നബ അബ്ദി ദംബൻ, അപ്പോൾ അല്ലാഹു തആല ചൊല്ല നന്റെ അടിമ ദോഷം ചെയ്ത. ഫഅലിമ, അവൻ അറിഞ്ഞില്ല അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനക്ക് ഉണ്ട്. വയഖുദു ബിദംബി, ദോഷത്തെ ദോഷം ചെയ്തെങ്കിൽ പിടിച്ച് ശിക്ഷിക്കിടാണ്ട് അവൻ അറിഞ്ഞില്ല അന്തൊരു റബ്ബ് ഉണ്ട്. അവന്റെ കൽബിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ അവൻ തൗബ ചെയ്ത് മടങ്ങടെ. അതുകൊണ്ടല്ലേ പടച്ചോനെ എനക്ക് നീ പുറത്തു താൻ ചൊല്ലേ ഖദ് ഗഫർതു ലി അബ്ദി, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കേ. ഫൽയഫൽ, അവൻ ചെയ്യട്ട് മാഷാ, അവൻ ഉദ്ദേശിച്ചത് ചെയ്യട്ട്. മുത്തഫഖുൻ അലൈഹി, അവൻ ഉദ്ദേശിച്ചത് ചെയ്യട്ടും ചൊല്ലിയതിന്റെ അർത്ഥം അവൻ ദോഷം ചെയ്തിട്ട് അവൻ എത്ര മടങ്ങി വണ്ടി എടുക്കണ്ടെങ്കിൽ ഞാൻ അവനക്ക് പുറത്തു കൊടുക്കില്ല എന്നായിട്ടിക്കട്ടെ. അതായത് ദോഷം ചെയ്തുകൊണ്ടിരിക്കൊന്നും ചൊല്ലല്ല. ഒക്കൗലു തലത ഫൽയഫൽ മാഷാ എന്നതിന്റെ അർത്ഥം അവിടെ വിശദീകരിക്കലേ ഐ മാതാമ യഫ്അലു ഹകദ, ഇങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വയതൂബ്, തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്ഫിറു ലഹു, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കുക. ഫഇന്ന തൗബത തഹ്ദിമു മാ ഖബലഹ, ദോഷ എന്നുള്ളത് മുൻകഴിഞ്ഞതിൽ എന്താക്കരുത് പൊളിച്ചു കളയിടുക എന്നുള്ളതാണ്. തൗബ എന്നുള്ളത് മുന്നിൽ ചെയ്ത ദോഷങ്ങൾ അത് പൊളിച്ചു കളയിടുക എന്നുള്ളതാണ്.
അപ്പം ഞാൻ അവനക്ക് പുറത്തു കൊടുക്കണേ. അപ്പം എത്ര ദോഷം ചെയ്തേൻ കണ്ടെങ്കിലും നന്നിട്ട് തൗബാക്കിടേക്ക് അവൻ മടിക്കണോണ്ടില്ല എന്നായിട്ടിക്കട് ഇതൊരു ആശയം. എന്നല്ലാണ്ട് ദോഷം ചെയ്തോണ്ടിരിക്കണോട്ടല്ല. സാധാരണ മനുഷ്യന്മാരാകുമ്പോഴത്തേക്ക് ദോഷം ചെയ്തോണ്ടിരിക്കുന്നത് ദോഷങ്ങളിൽ നിന്നുണ്ടാവും. അപ്പം അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതിൽ അള്ളാഹ് ഇഷ്ടമില്ല. പക്ഷേ ഞങ്ങൾ എന്താക്കണം, തൗബയുടെ ഷർത്തും നിയമം അനുസരിച്ച് ഞങ്ങൾ തൗബ ചെയ്യണം. ആയിപ്പോയതിൽ ഖേദിക്കണം. ഇനി ഞാൻ ആക്കില്ലാണ്ടുള്ള മുറിച്ച് കരുതൽ വേണം. ആയിപ്പോയ ദോഷത്തിൽ അവനക്ക് ഖേദം വേണം. ഞാനിങ്ങനെ ആക്കിടാൻ ചെന്നിട്ട് അവൻ ആസ്വദിച്ചോണ്ടിരിക്കത്തില്ല, ഖേദിക്കണം. ആയിപ്പോയിത്തല്ലേ ഇനി ആക്കില്ലാണ്ട് ഉറപ്പിച്ചു നിൽക്കണം. ഇപ്പം അതിൽ നിന്നും വിട്ടു നിൽക്കണം. എന്നെങ്കിലും തൗബ സഹി അവിടെ. എന്നിട്ട് മനുഷ്യന്മാരോടുള്ള ഹക്കടപാടാണെങ്കിൽ അതൊക്കെ പുറത്തു കൊടുക്കണം, അങ്ങ് അതിൽ കൊടുക്കണം. പിന്നെ ഒരാളെ ലൂട്ടിയാക്കിയത് കട്ടെടുത്ത് തന്നെ തിരിച്ചങ്ങ് കൊടുക്കണം. ഇതൊക്കെ ഷർത്തായിട്ടിരിക്കുന്നത് തൗബ സ്വീകരിക്കണമെങ്കിൽ. അപ്പോൾ അള്ളാഹുടെ കൊല്ല തൗബ ചെയ്ത് മടങ്ങടേക്ക് ഒരടിയുമില്ല. ഈ ഷർത്തൊക്കെ പാലനാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായി തൗബ ചെയ്തെങ്കിൽ അള്ളാഹു താല സ്വീകരിക്കുക എന്നൊക്കെ. ഇതേപോലത്തെ ഇതൊക്കെ സംബന്ധപ്പെട്ടൊരു ഹദീസ് തന്നെ 402 വൻഹു കാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ല് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചൊല്ല് വല്ലദീ നഫ്സി ബിയദി, ഒരു അള്ളാഹുടെ തന്ന സത്യം, എൻ്റെ ശരീരം ആ അള്ളാഹുടെ നിയന്ത്രണത്തിലാണ്. ലൗലം തുദരിബു, നിങ്ങൾ ദോഷാക്കിയിട്ടില്ലാൻ കണ്ടെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, നിങ്ങളെ അള്ളാഹു താല ഇവിടെ പോപ്പാട്ടാത്ത ഇവിടെ ഇല്ലാത്തതുപോലെ ആക്കാത്ത പോലെ ഇവിടെ നിങ്ങളെന്താക്കാത്ത അള്ളാഹു താല ഇവിടെ പോക്കിക്കളയാത്ത വല ജാ അബി ഖൗമി യുദ്രിബൂൻ, ദോഷാക്കടേക്ക് ഒരു ടീമുടെ അള്ളാഹു ഇവിടെ കൊണ്ടുവരാത്ത ഫയസ്തഗ്ഫിറൂന അല്ലാഹു തആല, അങ്ങ് ദോഷാക്കിയിട്ട് അള്ളാഹുടെ പൊറുക്കണ്ടേ കേൾക്കുന്നത് ഫയഗ്ഫിറു ലഹും, അള്ളാഹു നമുക്ക് പുറത്തു കൊടുക്കുക. റവാഹു മുസ്ലിം. അപ്പൊ ഈ ചൊന്നതിൽ അർത്ഥം എന്തേ, അള്ളാഹുക്ക് ഇഷ്ടമേ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹുക്ക് പുറത്തു തറ എന്നുള്ളത് അള്ളാഹുക്ക് ഇഷ്ടമേ. നിങ്ങൾ ഈ ദോഷം ആക്കില്ലാണ്ടെങ്കിൽ അള്ളാഹു താല നിങ്ങളില്ലാണ്ടാക്കി പിന്നൊരു സമൂഹത്തിലൂടെ കൊണ്ടുവരാത്ത അങ്ങ് ദോഷാക്കിയിട്ട് അള്ളാഹുടെ പൊറുക്കള്ളി കേട്ടോണ്ടിരിക്കാൻ തരാം. അപ്പൊ അള്ളാഹു നമുക്ക് പുറത്തു കൊടുക്കൊണ്ടിരിക്കാൻ ഇക്കട. ഇതേപോലത്തെ പിന്നൊരു ഹദീസ് നോക്കുക. വൻ അബി അയ്യൂബ ഖാലിദ് ഇബ്നു സെയ്ദ് 423 ഹദീസ്. ഖാലിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചൊല്ല് കാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ, ലൗല അന്നകും തുദ്നിബൂൻ, നിങ്ങൾ ദോഷ ആക്കില്ലാൻ കണ്ടെങ്കിൽ ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂൻ, ദോഷ ആക്കട ഒരു വിഭാഗത്തെ അല്ലാഹു പടക്കಂತ ഫയസ്തഗ്ഫിറൂന, അങ്ങ് അല്ലാഹുടെ പൊറുക്കണ്ട കേക്കട ഫയഗ്ഫിറു ലഹും, അല്ലാഹുക്ക് പുറത്തു കൊടുക്കണം. റവാഹു മുസ്ലിം. അപ്പൊ എന്തായിട്ടിക്കണ് ഈ ഹദീസുകളിലൊക്കെ ചൊന്നത് ദോഷാക്കിയിട്ട് അള്ളാഹുടെ പൊറുക്കള്ളി കേൾക്കണെന്ന് ചൊല്ലത് അള്ളാഹു ആ പുറത്തു തറ എന്നുള്ളത് അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ. അപ്പൊ ഇതെന്തരേക്ക് ചൊന്നെങ്കിൽ ദോഷം ആക്കണുണ്ടല്ല, ദോഷം ആക്കി അങ്ങ് നിരാശപ്പെടണ്ട, രക്ഷപ്പെടുകയുള്ള തെറുണ്ടു എന്നായിട്ടിക്കത് ഈ ഹദീസുകളിൽ ചൊന്നതൊക്കെ ചുരുക്കം. എന്നല്ലാണ്ട് ഞങ്ങൾ ദോഷം ആക്കണു എന്ന് പ്രേരിപ്പിക്കടല്ല. ദോഷാക്കിയെങ്കിൽ അതിലെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. അതേ സമയത്ത് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയുള്ള ഒരു റഹ്മത്ത് കൊണ്ട്, അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുകയുള്ള ഒരു തെറുമുണ്ട്. അപ്പൊ ആ തെറുടെ ഞങ്ങൾ ആഗ്രഹിക്കടങ്ങും ആവണം. ഞങ്ങളെ അള്ളാഹ് സ്വർഗത്തിൽ എത്തുവാട്ടു, ഞങ്ങളെ അള്ളാഹ് രക്ഷപ്പെടുത്തു, അവൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തു എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. അതായിട്ട് ഈ ബാബ് അതുമായി സംബന്ധപ്പെട്ട ഹദീസുകളായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടുള്ളത്. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ദുനിയാവും ആഖിറവും ഖൈറിലാക്കി തരട്ടെ. എല്ലാവിധ ഖൈർ ഫത്ഹ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ചമ്മാൽമാർ ദുആ കൊണ്ട് വസിയത്താക്കി കൊള്ളാറ് അവങ്ങളൊക്കെ ഖൈറായ അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഖൈറാണെങ്കിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ലെങ്കിൽ എന്താണോ ഖൈർ അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിലെല്ലാം ബറക്കത്ത് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിച്ചു തരുമാറാകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.